ആണ് കാണലാണോ പെണ്ണ് കാണലാണോ എന്ന ചർച്ചയൊക്കെ മാറ്റിവെച്ചാൽ വിവാഹ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് സത്യസന്ധതയും സുതാര്യതയും മുറുകെ പിടിക്കുക എന്നുള്ളത്. ഹോണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇത് വിവാഹാന്വേഷണത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. 2, നല്ല മുന്നൊരുക്കങ്ങൾ മാനസികമായും ശാരീരികമായും നടത്തിക്കൊണ്ട് വേണം ആ കൂടിക്കാഴ്ചക്ക് പോകാൻ. ക്ഷീണിച്ചു നിൽക്കുന്ന സമയത്ത്, വളരെ ടെൻസ്ഡ് ആയ സന്ദർഭത്തിലൊന്നും അത്തരം കൂടിക്കാഴ്ചകൾക്ക് പോകരുത്. 3ാമത്തെ കാര്യം, നല്ല മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ ആലോചിച്ച് നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ആ സമയത്തെ വെപ്രാളത്തിൽ ചിലപ്പോൾ അത് മറന്നു പോകും. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ നമ്മെക്കുറിച്ച് നല്ല അറിവും അവബോധവും ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. 4ാമത്തെ കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നമുക്ക് ഫ്രീ ആയി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതാകണം. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ മിക്കവാറും നമുക്ക് വീട് ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 പേർക്കും ഫ്രീ ആയിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന കംഫർട്ടായ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കരുത്. മറിച്ച് ആവശ്യമായ സമയമെടുത്ത് 2ാമതൊരു കൂടിക്കാഴ്ച കൂടി നടത്തണം. കുടുംബത്തിൻ്റെയോ വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ഒന്നും സമ്മർദ്ദത്തിന് വഴങ്ങിയാവരുത് നമ്മൾ ഇതിൽ ഡിസിഷൻ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് മുന്നൊരുക്കങ്ങളോട് കൂടി നമ്മളൊരു കൂടിക്കാഴ്ചക്ക് പോയാൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും.